നമസ്കാരം. അപ്പോ ഒരുപാട് ആളുകള് നമുക്ക് ഹൈപ്പോകോൺട്രിയ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. ഹൈപ്പോകോൺട്രിയനെ കുറിച്ച് വിശദമായിട്ട് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? നമ്മള് എന്തൊക്കെയാണ് അതിന്റെ സിംപ്റ്റംസ്? ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയുന്നത് അത് ആദ്യമായിട്ടുള്ള ഒരു ടേമാണോ? ഇപ്പൊ അത് വേറെ ടേമിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. ഹൈപ്പോകോൺഡ്രിയാസിസിനുള്ളത് ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡർ. ഇൽനസ് ആൻഡ് ഇൽനെസ് ആങ്സൈറ്റി ആൻസൈറ്റി ഡിസോർഡറിന് ഡിസോർഡർ. ഓക്കെ. അങ്ങനത്തെ ഉള്ള ഒരു പേര് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇത് പേരിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു പ്രീ ഓക്കുപ്പൈഡ് ഫിയർ എന്ന് പറയാം നമ്മള്. ഓക്കെ. ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എനിക്ക് ഈ ഒരു അസുഖം ഉണ്ടോ അങ്ങനത്തെ ഉള്ള ഒരു പേടിയാണ് സത്യത്തില്. എനിക്കൊരു ഫിയർ ഓഫ് ചെറിയൊരു ഇൽനസ് അല്ലേ സർ? ഫിയർ ഓഫ് ഇൽനെസ്, യെസ്, അതാണോ യെസ്, യെസ്. ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡർ. യെസ്, യെസ്. അപ്പൊ പേഷ്യന്റ് എനിക്കൊരു ഈ അസുഖം ഉണ്ടാവോ ഡോക്ടർ, എനിക്ക് ഇങ്ങനത്തുള്ള ഉണ്ടായിരുന്നു, ഇങ്ങനത്തുള്ള ഒരു വിയർപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ആവോ, ഇങ്ങനത്തുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് ചെറുതായിട്ട് തലകറങ്ങിയായിരുന്നു, എനിക്കൊന്ന് സ്ട്രോക്ക് ആവോന്ന്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആ ഒരു പേടി കൊണ്ട് തന്നെ കുറെ ടെസ്റ്റുകൾ അവർ ചെയ്യാൻ ഒരുപാട് ഒരുപാട് ടെസ്റ്റുകൾ ടെസ്റ്റുകൾ അങ്ങനെ വരും. അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറയും. പക്ഷെ സത്യത്തിൽ അവർക്ക് അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒന്നും കൂടി പറയുന്നത് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ, വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണോ ഈ ഡയഗ്നോസിസിലോട്ട് എത്തണം. അതിന് മുന്നേ ജെന്യൂൻ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഈവൻ ഇപ്പോൾ ഒരു ചെറിയൊരു വേദന വന്നാലും ചെസ്റ്റ് പെയിൻ വന്നാലും എനിക്കത് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആവോ, എനിക്ക് ECG ആൻജിയോഗ്രാം ഒക്കെ ചെയ്യണോന്ന് അങ്ങനെ ഒരു പേടിച്ചിട്ട് വരുന്നത് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയാം. ഫ്രീക്വന്റ് ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടാവും. ഒരു ഡോക്ടർ ഷോപ്പിംഗ് പേഴ്സൺ ആയിരിക്കും അല്ലേ? അങ്ങനെ കുറെ ഡോക്ടേഴ്സ്, മൾട്ടിപ്പിൾ ഡോക്ടർ വിസിറ്റ്സ് ഉണ്ടാവും. ഫയലുകൾ കുറെ ബണ്ടിലായിട്ട് ഫയൽ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മളുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ കുറെ ടെസ്റ്റുകൾ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് അത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവും. ഡോക്ടർ എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണോ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും അവര്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ ഹൈപ്പോകോൺഡ്രിയാസിസ് അല്ലെങ്കിൽ ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഓക്കെ സാറേ. അതേപോലെ തന്നെ ഫങ്ഷണൽ കേസുകളായിട്ട് കുറെ വരില്ലേ അത് നൈറ്റിലൊക്കെ? ഫങ്ഷണലിന് നമുക്ക് പറയുന്നതിന് പകരം അതിന്റെ പകരം ഫങ്ഷണൽ എന്ന് പറയുന്ന ടേം വേറെ. നമ്മൾ പറയുന്നത് ഫാക്ടീഷ്യസ് ഡിസോർഡർ എന്ന് പറയാം. ഫാക്ടീഷ്യസ് ഡിസോർഡർ ആർ പെയിനിങ് സിൻഡ്രോം. രണ്ടും ഡിഫറൻസ് ഉണ്ട്, രണ്ടും വേറെ. ഫാക്ടീഷ്യസ് ഡിസോർഡർ നേരത്തെ അത് മുൻചേസൺ ഡിസോർഡറിന് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് ഫാക്ടീഷ്യസ് എന്ന് പറയുമ്പോൾ അവർ ഡെലിബറേറ്റ്ലി എന്ത് പറയാ ഫിസിക്കൽ ഗെയിൻ ഒന്നും ഉണ്ടാവില്ല. ദേ ആർ ഫേക്കിംഗ് ഇന്റൻഷനലി ഒരു സിംറ്റംസ് ഫേക്ക് ചെയ്യുമായിരിക്കും ടു എന്ത് പറയാ ഒരു സിമ്പത്തി ഗെയിൻ ചെയ്യാനാണ്. അടുത്തുള്ള ആൾക്കാരായിക്കോട്ടെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി. സത്യത്തിൽ അവർക്ക് അതൊന്നും ഉണ്ടാവില്ല. ഇതും ബൈ ഡയഗ്നോസിസ് ബൈ എക്സ്ക്ലൂഷൻ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡയഗ്നോസ് ചെയ്താൽ വേറെ ഒന്നും കുഴപ്പമൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ ഒരു അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇവർക്ക് എന്ത് പറയാ ടോട്ടലി ഹൈപ്പോകോൺഡ്രിയാസിസിന് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഫാക്ടീഷ്യസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു നല്ലോണം ശ്വാസം മുട്ടുന്നുണ്ട്, എനിക്ക് ചെറിയ ചെസ്റ്റ് പെയിൻ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് പക്ഷെ ടെസ്റ്റുകൾ ചെയ്യാന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കില്ല. കാരണം അവർക്ക് അറിയാം അവർ ഇൽനെസ് ഫേക്ക് ചെയ്യുന്നുണ്ട്. സിംറ്റംസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മെഡിസിൻ കൊടുത്താലും ചിലപ്പോൾ കുറവാവില്ല. അവസാനം കുറച്ച് കഴിയുമ്പോൾ ആ ഒരു അറ്റൻഷൻ അവർക്ക് വേണ്ടി, ആ ഒരു എംപതി, സിമ്പത്തി എന്ന് പറയുന്നത്, ആ ഒരു സിമ്പത്തി അവർക്ക് വേണ്ടിയുള്ള ആരുടെ അടുത്ത് സിമ്പത്തി വേണോ, ഒന്ന് ഡോക്ടറിന്റെ അടുത്തായിരിക്കും, അല്ല ചുറ്റിയുള്ളവർ. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് കൊണ്ടുവരാൻ, വൈഫിനെ കൊണ്ടുവരാൻ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സിമ്പത്തി വേണം, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ആ സിമ്പത്തി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എത്ര മെഡിസിൻ കൊടുത്താലും കുറവാവില്ല. സിമ്പത്തി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് അവർ പൊക്കോളും. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അവർ ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് വീണ്ടും ഒരു ടെൻഡൻസി ആയിരിക്കും ആ ഡോക്ടർ എന്നെ കൺവിൻസ് ചെയ്യണോ, അപ്പൊ അടുത്ത ഒരാളത്തേക്ക് പോകും. അവിടെ പോയിട്ട് അവർ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവരത് മനസ്സിലാക്കണം, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണെന്ന്. അതേപോലെ തന്നെ സാറ് പറഞ്ഞ അറ്റൻഷൻ സീക്കിങ്ങിന്റെ കാര്യം പറയുന്നത്, ഡോക്ടേഴ്സ് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരെ സജസ്റ്റ് ചെയ്യാൻ, റെഫർ ചെയ്താൽ പോലും അവർ അതിലേക്ക് വില്ലിങ് ആകുന്നില്ല. കാരണം അവർക്ക് ആ ഒരു അറ്റൻഷൻ സീക്കിങ് എവിടെ നിന്നാണോ കിട്ടേണ്ടത് ആ ഒരു പേഴ്സണിൽ നിന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ റെഫറൻസ് പറഞ്ഞാലും അവർ ഓക്കെ ഞങ്ങൾ വേറെ എന്തെങ്കിലും റെഫറൻസ് വലിയ ടെസ്റ്റുകൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങോട്ട് അവർ പോകില്ല. അവർ ചിലപ്പോൾ വീട്ടിലോട്ട് പോകും. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്, ഈ ടെസ്റ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഈ ഒരു എപ്പിസോഡ് എന്തെങ്കിലും പക്ഷെ ഇങ്ങനെ ഈ ഒരു ഹൈപ്പോകോൺഡ്രിയാസ് അല്ലാത്ത ഈ ഒരു ഫാക്ടീഷ്യസ് ഡിസോർഡർ ഇങ്ങനെ എന്തെങ്കിലും ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ രണ്ടിലും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി ഉണ്ടാവും, ഒരു ട്രോമ എന്തെങ്കിലും ഉണ്ടാവും, ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അല്ലാത്ത ഫാമിലി ഹിസ്റ്ററി,
അങ്ങനത്തുള്ള എന്തേലും ഒരു കാര്യങ്ങളുണ്ടാവും അല്ല പേഴ്സണലായിട്ട് എന്തേലും അവർക്ക് ലൈഫിന്റെ എന്തേലും ഒരു ഹിസ്റ്ററി അങ്ങനെ ഒരു നേരത്തെ എന്തേലും ഒരു ഭയങ്കര ഒരു ഡിപ്രസീവ് എപ്പിസോഡ് ആങ്സൈറ്റി അങ്ങനെയൊക്കെ എന്തേലും ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഹിസ്റ്ററി ഉള്ളവർക്കാണ് മോസ്റ്റ് കോമൺലി വരും. ഇല്ലാത്ത ആൾക്കാർക്കും വരും, പക്ഷെ ഈ ഒരു ഹിസ്റ്ററി ഉള്ളവർക്ക് കോമൺ ആയിട്ട് വരും. അപ്പൊ അവരൊക്കെ എന്തേലും ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയാം, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, നിയർ ആക്സിഡന്റ് ആയിട്ട് അങ്ങനെ വരുന്ന എല്ലാ ഫാമിലിയിലെ ഡിവോഴ്സ്ഡ് പേഷ്യൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ കുട്ടികളാകുമ്പോൾ ഫ്രീക്വന്റ് ആ ഒരു ഡിവോഴ്സ്ഡ് പാരന്റ്സിനുള്ള കുട്ടികളെ അല്ലാത്ത ഒരു എന്തേലും ഒരു ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി ആയിട്ട് എന്തേലും അങ്ങനെയുള്ളവർക്ക് അത് കൂടുതൽ വരുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോ കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയാണ്. ചൈൽഡ്ഹുഡിൽ ഒരു ട്രോമ കയറി കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവര് വലുതാവുമ്പോൾ പല രീതിയിലും അത് അവരെ എഫക്ട് ചെയ്യും. ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് കുട്ടികളാണോ കൂടുതൽ വരുന്നത്. ഈവൻ ഒരു 10 വയസ്സ് 9 വയസ്സ് 12 വയസ്സ് കുട്ടികളൊക്കെ ഇപ്പൊ ഇന്നും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി 13 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ആയിട്ട് പാരന്റ്സിനെ കണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് ആ കുട്ടിക്ക് ഇപ്പോഴാണ് നമുക്ക് ഫങ്ഷണൽ എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഹൈപ്പോകോൺഡ്രിയാസിസ് വേറെ, ഫാക്ടീഷ്യസ് ഡിസോർഡർ വേറെ. ഇതിൽ നമുക്ക് ഫങ്ഷണൽ ഡിസോർഡർ ഉണ്ട്, ഫങ്ഷണൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഈ ഫങ്ഷണൽ ന്യൂറോളജിക്കൽ ഡിസോർഡറിൽ വരുന്നത് ആ കുട്ടിക്ക് ആ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ കോസ് നോക്കി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. സിംറ്റംസ് ഉണ്ടാവും, പക്ഷെ ആ സിംറ്റംസ് എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ വരാനുള്ള ലക്ഷണം. ഇപ്പൊ സ്ട്രോക്കിന് പറയുകയാണെങ്കിൽ കൈ വേദനയ്ക്കുന്ന, കാല് വേദനയ്ക്കുന്ന, കാല് പൊന്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ കുട്ടിക്ക് കാല് പൊന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. പക്ഷെ ലീഷന് നമുക്ക് സ്കാനിങ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ബ്രെയിൻ സിഗ്നൽസ് മാറി പ്രോസസ് ചെയ്യുന്നുണ്ട് ഡ്യൂ ടു ദാറ്റ് ഒരു സൈക്കോളജിക്കൽ ഹിസ്റ്ററി. അതാണ് ഫങ്ഷണൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്ന് പറയാം. ഇപ്പൊ ഇത് ഹൈപ്പോകോൺഡ്രിയാസിസും ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡറും അതല്ലാത്ത പിന്നെ ഫാക്ടീഷ്യസ് ഡിസോർഡർ ഇന്റൻഷനലി ഫേക്ക് ചെയ്യുന്ന. പക്ഷെ ഇതില് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാവും ബുദ്ധിമുട്ടായിട്ട് കാര്യങ്ങൾ. ഇപ്പൊ എന്റെ കൈ പൊന്തിക്കാൻ പറ്റില്ലെങ്കിൽ ആ കുട്ടിക്ക് സത്യത്തിൽ അത് പൊന്തിക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് എനിക്ക് ഓരോ കുഴപ്പമുണ്ടല്ല സൈക്കോതെറപ്പി അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓക്കെ ആകുമ്പോൾ കുട്ടി തന്നെ ഓക്കെ ആയിക്കോളും. കുറച്ചൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഇതും ഉണ്ടാവും, അതിൽ ഇടപെടലുണ്ട്. അപ്പൊ പ്രോപ്പർ സൈക്കോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരുന്നതാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇതിലുള്ളത് പോലെ നമുക്ക് സൈക്കോതെറപ്പി ഒക്കെ ചെയ്യണം. എന്നിട്ടും ചില കുട്ടികൾ സൈക്കോതെറപ്പി ഇല്ലാത്ത വരുമ്പോൾ നമുക്ക് ഒരു ആന്റി ഡിപ്രഷൻസ് മെഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അതെ, മോസ്റ്റ് കോമൺലി ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയിലെ കോവിഡ് കഴിഞ്ഞിട്ടും മൊബൈൽ ഉപയോഗം കൂടുന്നുണ്ട്, TV ഉപയോഗം കൂടുന്നുണ്ട്, ഫുള്ള് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പരമാവധി കുട്ടികളാണ് ഇങ്ങനെ വരുന്നത്. കുട്ടികൾക്ക് ആ ഒരു സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി അങ്ങനത്തെ ഉള്ള ഒരു കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതൊരു താങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. ചെറിയ കാര്യങ്ങളായാലും അവർക്ക് എനിക്ക് അതായി കിട്ടണം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ മോസ്റ്റ് കോമൺലി കുട്ടികളാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ പാരന്റ്സ് പരമാവധി നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം തന്നെ ഒരു ബിഹേവിയറൽ ചേഞ്ച് എന്തെങ്കിലും വരാണെങ്കിൽ നോർമലി അല്ലാത്ത രീതിയിൽ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അത് പാരന്റ്സ് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ അവർക്ക് ഒന്ന് അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. പറ്റില്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനോട് കണ്ടിട്ട് നോക്കിയിട്ട് ചെറിയ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ സൈക്കാട്രിസ്റ്റ് പേഷ്യന്റ് മാത്രം പോകുന്ന കൗൺസിലിംഗ് അല്ല. അല്ലാത്ത ഇപ്പൊ നോർമലി നമുക്ക് ഒരു വർക്ക് റിലേറ്റഡ് സ്ട്രെസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ട്, ഞാൻ ഡെയിലി ഉള്ളതുപോലെ അല്ല, എനിക്ക് ഈ കാര്യങ്ങൾ വരുന്നുണ്ട്, കുട്ടി ഇങ്ങനെ ഉള്ള എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് പോയി സംസാരിക്കുമ്പോൾ തന്നെ അത് ഓക്കെ ആവും. അതെ, അതൊക്കെ അത്രയും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിലൊരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ലൈക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്തോ മാനസിക രോഗം ഉള്ളത് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നും അല്ല. എന്ത് പ്രോബ്ലങ്ങളാണെങ്കിലും അവർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സ്വന്തമായിട്ട് കഴിയുന്നില്ലെങ്കിൽ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവര് നിങ്ങൾക്ക് ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ തരുമ്പോൾ, അഡ്വൈസുകളൊക്കെ തരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളുടെ ആ പ്രോബ്ലത്തിനെ ക്യൂർ ചെയ്യാൻ, ബെറ്റർ ആക്കാൻ ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നുള്ളത് കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരിക്കലും ഇതൊരു സൈക്യാട്രിക് പ്രോബ്ലം മാത്രം ആയിരിക്കണം എന്നില്ല. ഈ ADD എന്ന് പറഞ്ഞ പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, അത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയാം, ADHD എന്ന് പറയാം. പക്ഷെ അതിന്റെ സത്യത്തിൽ വലിയ ആളുകളിലും അതിങ്ങനെ കാണുന്നുണ്ടല്ലേ. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ ഫാക്ടീഷ്യസ് ഡിസോർഡർ പോലെ ഉണ്ടാവും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കാണ് കൂടുതലുണ്ടാവും. അത് കുട്ടികൾക്ക് സൈക്യാട്രിക്കലി മെന്റലി കുറച്ച് ഹിസ്റ്ററി ഉള്ളവർക്കാണ് അങ്ങനെ ഉണ്ടാവും. അല്ലാത്ത നമുക്ക് അഡൽട്ടിലെ ADHD എന്ന് പറയാനുള്ളതൊന്നുമില്ല. ഇനി ഉള്ള കുട്ടികൾ ഗ്രോത്ത് ആയി വരുമ്പോഴാണ് ADHD വരും. ഇപ്പൊ ഈ അഡൽട്ടിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് അബ്സസീവ് കമ്പൾഷൻ ഡിസോർഡർ എന്ന് പറയാം. അപ്പൊ ഈ കാര്യം എനിക്ക് ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേന എടുത്ത് നോക്കണം,
അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയണം അങ്ങനത്തെ ഉള്ള ഒരു കമ്പൽഷനാണ്. Yes, അതാണോ yes, yes. കൂടുതൽ അഡൽട്ടിൽ വരും OCD OCD എന്ന് പോലെ, പറയാം. yes. അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് വരുന്നതാണ് ഞാൻ ഫാക്ടീഷ്യസ് ഡിസോർഡർ എന്ന് പറഞ്ഞത്. Yes. ഇന്റൻഷനലി എന്തെങ്കിലും സിംറ്റംസ് ഫേക്ക് ചെയ്യുക, ടു ക്രിയേറ്റ് എംപതി, സിമ്പതി ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ ഫിസിക്കൽ റിവാർഡ് എനിക്കൊരു എന്ത് ചെയ്യാം, ഇത് ചെയ്ത് എനിക്കൊന്ന് കുറെ പൈസ കിട്ടും, ഇപ്പോ കുറെ ജയിലിൽ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ, അത് ഫാക്ടീഷ്യസ് ഡിസോർഡർ അല്ല. മെന്റലി ഒരു എംപത്തിയോ സിമ്പത്തിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഫാക്ടീഷ്യസ് ഡിസോർഡർ. അത് ചിലവർ അറ്റൻഷൻ സീക്കിങ്, അതാണ് ശരിക്കും അറ്റൻഷൻ സീക്കിങ് അഡൽട്ടിൽ വരുന്നത്. Yes. ഒരു സിമ്പത്തി ക്രിയേറ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ. മറ്റേത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ, ജയിലിൽ പോകുന്ന ആൾക്കാർ എനിക്ക് നെഞ്ചു വേദനിച്ചിട്ട് പോകുന്നൊക്കെ അതൊക്കെ മെലിഞ്ചറിങ് പറയാം, പെയിനിങ് സിംറ്റംസ് ആണ്, അങ്ങനെ പറയുള്ളൂ. ഓക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, താങ്ക് യു സാറേ. ഈ എപ്പിസോഡിൽ ഒരുപാട് നല്ല വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ സാറിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടി. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച നല്ലൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു അതിഥിയുമായിട്ട് ഞാൻ കണ്ടുമുട്ടും. ദിസ് ഇസ് ജിഷ സൈനിങ് ഔട്ട്.